തൃശ്ശൂരിലെ വിജയത്തിന് പിന്നാലെ സുരേഷ് ഗോപി നന്ദി പറഞ്ഞത് ഗുരുവായൂരപ്പനും ലൂർദ് മാതാവിനുമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ലൂർദ് മാതാവിന് കിരീടം സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും ട്രോളുകളുമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഗുരുവായൂരപ്പനൊപ്പം സുരേഷ് ഗോപിയെ ലൂർദ് മാതാവ് അനുഗ്രഹിച്ചു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്കൊപ്പം കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു അപ്രതീക്ഷിത മന്ത്രിയും എത്തിയത്. സീറോ മലബാർ സഭാംഗവും ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ വൈസ് ചെയർമാനുമായ ജോർജ് കുര്യൻ്റെ മന്ത്രിപദം കൃത്യമായ ലക്ഷ്യങ്ങളോടെ തന്നെയാണ്. ഹിന്ദു വോട്ടുകൾക്കൊപ്പം ക്രിസ്ത്യൻ വോട്ടുകളും ഉറപ്പിക്കാനുള്ള BJPയുടെ നീക്കമായി തന്നെയാണ് ഈ മന്ത്രിപദത്തെ വിലയിരുത്തുന്നത്. നിലവിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ജോർജ് കുര്യൻ. 1977 അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി ജനതയിലൂടെയാണ് ജോർജ് കുര്യൻ്റെ രാഷ്ട്രീയ യാത്ര തുടങ്ങിയത്. 1980 BJP രൂപീകൃതമായപ്പോൾ പാർട്ടിയിലെത്തി. അന്നു മുതൽ 45 വർഷത്തിലേറെയായി BJP പ്രവർത്തകനാണ്. ഈ കോട്ടയം കാണക്കാരി നമ്പ്യാർകുളം സ്വദേശി. LLB ബിരുദധാരിയായ ഇദ്ദേഹം ആർട്സിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. കോട്ടയം, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ നിന്നായി 3 തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടിയിട്ടുണ്ട്. 2016 പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നായിരുന്നു നിയമസഭയിലേക്കുള്ള കന്നി മത്സരം. അന്ന് സിറ്റിംഗ് MLA ഉമ്മൻചാണ്ടിക്കെതിരായ മത്സരത്തിൽ 15,993 വോട്ടുകളാണ് ജോർജ് കുര്യൻ BJPക്കായി പിടിച്ചത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ദേശീയ നിർവാഹക സമിതി അംഗം, സംസ്ഥാന വക്താവ്, യുവമോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, അഖിലേന്ത്യാ സെക്രട്ടറി, ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ മന്ത്രിപദം പ്രതീക്ഷിച്ചത് തന്നെയാണ്. കേരളത്തിൽ ലോക്സഭയിലേക്ക് ആദ്യമായി BJPക്ക് അക്കൗണ്ട് തുറന്നെന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പ്രിയപ്പെട്ടയാളാണ് സുരേഷ് ഗോപി. കേരളത്തിൻ്റെ വിജയത്തെക്കുറിച്ച് മോദി പരാമർശിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം വലിയ ആത്മവിശ്വാസമാണ് BJPക്ക് നൽകിയിരിക്കുന്നത്. ഹിന്ദു വോട്ടുകൾ കൊണ്ട് മാത്രം കേരളത്തിൽ ജയിക്കാനാവില്ലെന്ന് പാർട്ടിക്കറിയാം. മുസ്ലിം വോട്ടുകളിലേക്ക് അടുക്കാനേ പറ്റില്ല. പിന്നെയുള്ളത് ക്രിസ്ത്യൻ വോട്ടുകളാണ്. ക്രിസ്ത്യൻ വിഭാഗം പൊതുവെ വളരെ ഫ്ലെക്സിബിളാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ വോട്ടുകൾ പെട്ടിയിലാക്കാൻ BJP നീക്കം നടത്തുന്നത്. നേരത്തെ BJP കേന്ദ്രമന്ത്രിയാക്കിയ അൽഫോൺസ് കണ്ണന്താനത്തെ പോലെയല്ല ജോർജ് കുര്യൻ. വർഷങ്ങളായി പാർട്ടിയുടെ ഭാഗമാണ്. അടിയുറച്ച പാർട്ടിക്കാരനാണ്. കേന്ദ്രമന്ത്രിയാക്കിയാൽ പാർട്ടിക്ക് ഗുണം ചെയ്യും. 3ാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിസഭയിലെ 2ാമനായി രാജ്നാഥ് സിംഗും 3ാമനായി അമിത്ഷായും സത്യപ്രതിജ്ഞ ചെയ്തു. BJP ദേശീയ അധ്യക്ഷനായ JP നദ്ദയും നിതിൻ ഗഡ്കരി എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ തുടങ്ങിയവരാണ് മന്ത്രിസഭയിലെ മറ്റ് പ്രമുഖർ. BJPയിൽ നിന്ന് 36 പേരാണ് ആദ്യ പട്ടികയിലുള്ളത്. HD കുമാരസ്വാമി അടക്കം സഖ്യകക്ഷികളിൽ നിന്ന് 12 പേരും TDPക്ക് 2 ക്യാബിനറ്റ് പദവികൾ നൽകിയിട്ടുണ്ട്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു.